ഫാത്തിമ തഹലിയ MLA-ക്കെതിരെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രചാരണം. ഫേസ്ബുക്കിലെ ജോൺ ബ്രിട്ടാസ് ഫാൻസ് ഗ്രൂപ്പിൽ മോഹൻ പി എന്ന പ്രൊഫൈലിലാണ് ആദ്യം പോസ്റ്റ് വന്നത് എന്നാണ് സൂചന. സമൂഹ മാധ്യമങ്ങളിൽ ഇടതു സൈബർ പ്രവർത്തകർ വ്യാപകമായി പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അസ്ലം, എന്താണ് ഇവർക്കെതിരെ നടക്കുന്ന പ്രചരണം? എനിക്ക് സാധാരണക്കാരെക്കാൾ പ്രിവിലേജ് ഉണ്ട്. കാരണം ഞാനൊരു MLA ആണ്. ജനങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഫാത്തിമ തഹലിയ എന്നൊരു പ്രസ്താവന, ഒരു പോസ്റ്റായിട്ട് അവരുടെ പടം ഉൾപ്പെടെ പ്രചരിക്കുന്നതാണ് ആ പ്രചരണം. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം വരുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ FB ഗ്രൂപ്പിൽ ആണ് ആദ്യം വന്നതെന്നാണ് പറയുന്നത്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടത് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ വാട്സപ്പ് പൊതുവായ ഗ്രൂപ്പുകളൊക്കെ തന്നെ വ്യാപകമായ പ്രചരണം വരുന്നുണ്ട്. തുടർച്ചയായ ഈ പ്രചരണം വരുന്ന സാഹചര്യത്തിൽ ഫാത്തിമ തഹലിയ DGPക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഒരുപക്ഷെ സബ്മിഷൻ കൊണ്ടുള്ള സാധ്യതയും ഉണ്ട്. കാരണം തനിക്കെതിരെ മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ MLA-മാർക്കും അതുപോലെ നേതാക്കൾക്കെതിരെ നിരന്തരമായ വ്യാജ പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് AI ടൂളുകൾ വന്ന സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ വിഷയം ഉന്നയിക്കാനും ഇതുപോലെ പ്രചരണം നടത്തി വ്യാജ പ്രചരണങ്ങളും വർഗീയ പ്രചരണങ്ങളും വർഗീയ ധ്രുവീകരണങ്ങൾക്കുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവരുടെ LDF-ന്റെ കൺവീനറായിട്ടിരുന്ന TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന സീനിയർ നേതാവിന് ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന തുടക്കക്കാരിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് തോറ്റ് നാണം കെട്ട് തൊപ്പിയിട്ട് തൂറി വിരകി ആകെ തീട്ടം കൊണ്ട് ആറാട്ട് കളിച്ച് വീട്ടിലിരിക്കേണ്ട ഗതികേടുണ്ടായത് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ കാരണമാണ്. അപ്പം ഈ വ്യാജ പ്രചരണങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എന്താ ഈ വ്യാജ പ്രചരണം? എന്താ ഇപ്പം ഈ പേരാമ്പ്രയിൽ അല്ലെങ്കിൽ പേരാമ്പ്ര ഉൾക്കൊള്ളുന്ന ഈ പറയുന്ന വടകരയിൽ കാലങ്ങളായിട്ട് വർഗീയ ധ്രുവീകരണങ്ങൾക്കുള്ള ശ്രമങ്ങൾ CPM നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് എന്താ? ഫാത്തിമ തഹലിയയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു കാർഡ് ഇറക്കിയിരിക്കുക. എനിക്ക് സാധാരണക്കാരെക്കാൾ പ്രിവിലേജ് ഉണ്ട്, കാരണം ഞാൻ MLA ആണ്, ജനങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇതേ ആളുകൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് വരെ, അതായത് ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം വരെ വർഗീയ പ്രചരണമായിരുന്നു പേരാമ്പ്രയുടെ മണ്ണിൽ ഇറക്കിയത് അല്ലേ? കൗമിലക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ, അനൗൺസ്മെൻറ്റുകൾ ഒരു ഭാഗത്ത്, വീടുകൾ കയറിക്കൊണ്ട് അത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്, അവർ വിജയിച്ച് കയറിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന പ്രചരണവും സഖാക്കൾ നടത്തി. ഇനി അവിടെ അവസാനിപ്പിച്ചോ? ഇല്ല. ഈ പ്രചരണ ഘട്ടങ്ങളിൽ അങ്ങിങ്ങോ തുടക്കം മുതൽ അവസാനം വരെ ഫാത്തിമ തഹലിയ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പ്രചരണവുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകൾക്കും താഴെ ആ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അധിക്ഷേപങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്കായിരുന്നു സഖാക്കൾ നടത്തിക്കൊണ്ടിരുന്നത്. അവസാനം TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന വൻമരം ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു. കാല് നക്കേണ്ട ഗതികേടുണ്ടായി സഖാക്കൾക്ക്. ആ സഖാക്കള് ആ വ്യാജ പ്രചരണം ഇങ്ങനെ കൊണ്ടുപിടിക്കുക അല്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ പേരിലായിരുന്നു വ്യാജ പ്രചരണങ്ങൾക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നത്. അത് മീഡിയ വണ്ണിനെതിരെ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന മനോരമ ന്യൂസ് അവർക്കെതിരെ എന്ന് പറഞ്ഞാൽ ആ ചാനലിനെതിരെയല്ല, അവരുടെ ലോഗോയും അവരുടെ പേരും അവരുടെ ബ്രാൻഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ പറയുന്ന ന്യൂസ് ചാനലുകളുടേത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള കാർഡുകൾ, വ്യാജ കാർഡുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം അതിനൊക്കെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് അവസാനിപ്പിച്ചു. ഇപ്പം ഏറ്റവും ഒടുവിൽ മന്ത്രി പി കെ ബഷീറിനെതിരെയായിരുന്നു വ്യാജ പ്രചരണം അല്ലേ? അതിലും കേസായി, അതിലും നടപടി ഉണ്ടായപ്പോൾ ഇപ്പോൾ ഫാത്തിമ തഹലിയയിലേക്ക് എത്തിയിരിക്കുക. ഈ കൃമികീടങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ നിമിഷവും തോറ്റ് തുന്നം പാറിയിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ നിമിഷം വരെ, മെയ് 4 മുതൽ ഈ നിമിഷം വരെ, റിസൾട്ട് വന്നിരുന്നത് മെയ് 4-നാണല്ലോ. അപ്പോൾ ആ മെയ് 4 മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന 1-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ, ഇത്രയും ദിവസമായിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയ ചോദ്യം ഉന്നയിക്കാൻ, ഒരു
ജനങ്ങൾക്ക് ആ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്താൻ ഈ നിമിഷം വരെ സഖാക്കൾക്കായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇവരുടെയൊക്കെ വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങിയിട്ടും ഈ കൃമികീടങ്ങൾക്ക്, പിണറായി വിജയൻ്റെ തീട്ടം നക്കിയ കൃമികീടങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധി ഉദിച്ചിട്ടില്ല. നമ്മൾ അവരെ കുറ്റം പറയരുത് കേട്ടോ. നിങ്ങൾ മന്ദബുദ്ധികളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്നൊന്നും അധിക്ഷേപിക്കൊന്നും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, തീട്ടം തിന്നവന് ബുദ്ധി ഉണ്ടാവൂലടോ. അതുകൊണ്ട് ഈ തീട്ടം ദീനികളായിട്ടുള്ള കൃമികീടങ്ങളോട് എടോ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് നമ്മൾ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിയില്ല എന്നർത്ഥം. കാരണം അരിയാഹാരം കഴിക്കുന്നവന്, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നവനാണ് ബുദ്ധി ഉണ്ടാകുള്ളൂ. അല്ലാതെ ഈ പന്നികൾ തിന്നുന്നത് പോലെ തീട്ടം നക്കിയാൽ ബുദ്ധി ഉണ്ടാകൂല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ശരീരം, ഒരു മനുഷ്യൻ്റെ രൂപമൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണ്ടേ? അതിന് സാധിക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും സഖാക്കളെ, നിങ്ങൾ ഈ വ്യാജ പ്രചരണം ഇങ്ങനെ തുടരണം. കാരണം എന്താണെന്നറിയോ, ഇത് പ്രബുദ്ധ കേരളമാണ്. അതിനപ്പുറം ഈ ജനം വല്ലാത്ത പ്രബുദ്ധതയും വല്ലാത്ത വിദ്യാഭ്യാസവും വല്ലാത്ത വിവരവും വിവേകവും കോമൺ സെൻസുമുള്ള ഒരു ജനതയാ. ഈ ജനത്തിന് നല്ല ബോധ്യമുണ്ട് എന്താണ് വ്യാജം, ഏതാണ് ശരി, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചെക്ക് ചെയ്യാൻ, ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ബുദ്ധി കേരളത്തിലെ ജനതക്കുണ്ട്. അപ്പോൾ ആ കേരളത്തിലെ ജനതയോട് നിങ്ങൾ ഇങ്ങനെ വ്യാജങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കണം. എന്തിനാണെന്നറിയോ, അപ്പോഴാണ് ഈ വ്യാജങ്ങൾ പടച്ചു വിടുന്ന കൃമികീടങ്ങളുടെ റേഞ്ച്, എത്രത്തോളം തരം താന്ന അധപ്പതിച്ച ക്രിമിനലുകളാണ് ഈ കൃമികീടങ്ങൾ എന്നുള്ള കാര്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ആ കാര്യങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ച് അതിന്മേൽ കൂടുതൽ ആധികാരികതയുണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവസാനം എന്തായിരിക്കും റിസൾട്ട്? ഈ കൃമികീടങ്ങൾ നമ്പർ 1 ഫ്രോഡുകളാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഏത് ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തി വിളിച്ച് ചോദിച്ചാലും അവർ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പം അതുകൊണ്ട് കൃമികീടങ്ങൾ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുക. കൂട്ടത്തിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ പൊക്കും. അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട കേട്ടോ. എല്ലാത്തിനെയും പൂട്ടുന്നുണ്ട്, നല്ല ഒന്നാം തരം പണിയെടുക്കുന്നുണ്ട്. കാരണം ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ രമേശ് ചെന്നിത്തല ഇരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, PK ബഷീറിനെതിരെ മന്ത്രി PK ബഷീറിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ടായിരുന്നു വ്യാജ പ്രചരണം നടത്തിയത്. അദ്ദേഹം പരാതി നൽകി, കയ്യോടെ പൊക്കി. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിയാകാൻ പോകുന്നത് എന്നുള്ളത് സഖാക്കൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണെങ്കിലും നിങ്ങളിത് തുടരണം. ഫാത്തിമ ദഹ്ലിയക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് മുഖ്യമന്ത്രിയാ, പിന്നെ KM ഷാജിയാ, പിന്നെ ലീഗിൻ്റെ മന്ത്രിമാരാ, പിന്നെ ലീഗിൻ്റെ അംഗങ്ങളാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പേരാമ്പ്രയിൽ കിട്ടിയ അടി എക്സാക്ട്ലി TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ സീനിയർ നേതാവ്, LDFൻ്റെ കൺവീനർ കേരളത്തിലെ ആ മനുഷ്യന്, ആ ചങ്ങായിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിൽ ഒരു സെക്കൻഡ് ആ പേരാമ്പ്ര വിട്ടിട്ട്, ഞാൻ ചോദിക്കുന്നു, ആ പേരാമ്പ്ര വിട്ടിട്ട് ഒന്നില്ലെങ്കിൽ ആ കുറ്റ്യാടി വരെ, പേരാമ്പ്രയിൽ നിന്ന് കുറ്റ്യാടിക്കുള്ള ദൂരത്തിലെന്നറിയോ നിങ്ങൾക്ക്? 10 മിനിറ്റ് കൊണ്ട് പോയി വരാം. ആ കുറ്റ്യാടിയിൽ LDFൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഈ ചങ്ങായി പോയിട്ടില്ല. ഇനി പേരാമ്പ്രയിൽ നിന്ന് കൊയിലാണ്ടിക്ക്, ഞാൻ പറയുന്നത് ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൻ്റെ അതിര് പങ്കിടുന്ന ചില മണ്ഡലങ്ങളെക്കുറിച്ചാണ്. അത് അത്രയും അടുത്തുള്ള മണ്ഡലങ്ങൾ. ഒന്ന് കുറ്റ്യാടിയാണ്, ഒരു ഭാഗം കുറ്റ്യാടിയാണ്, മറ്റൊരു ഭാഗം കൊയിലാണ്ടിയാണ്. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഈ പേരാമ്പ്ര നിയോജക മണ്ഡലവുമായി ചേർന്ന് കിടക്കുന്ന, ബന്ധപ്പെട്ട് കിടക്കുന്ന അടുത്തുള്ള മണ്ഡലങ്ങളിലേക്ക് ഒരു 10 മിനിറ്റ് പോയി വരാൻ പോലും ഈ TP രാമകൃഷ്ണന് സാധിച്ചിട്ടില്ല. ഫാത്തിമ ദഹ്ലിയ പേരാമ്പ്രയിൽ വന്ന് ഇറങ്ങിയത് മുതൽ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ ആ ഹൈമാസ് ലൈറ്റിൻ്റെ തൂണുണ്ടല്ലോ, ആ ഹൈമാസ് ലൈറ്റിൻ്റെ തൂണിൽ ഈ TP രാമകൃഷ്ണനെ ഒരു ചങ്ങലക്കിട്ട് കെട്ടിവിട്ടതുപോലെയായിരുന്നു അവസ്ഥ.
TP രാമകൃഷ്ണൻ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അവസാനം 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ എമ്മാതിരി തോൽവിയാടോ. നിങ്ങളൊന്ന് ആലോചിക്കണം. LDFിൻ്റെ കൺവീനറാ, തോറ്റ് തുന്നം പാറി. അതിലുള്ള അരിശ ഇപ്പം തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് സഖാക്കൾ ഇത് തുടരണോ, ഇത് അവസാനിപ്പിക്കരുത്, ഇത് നിരന്തരം തുടർന്നു കൊണ്ടേയിരിക്കണം. കാരണം അത് ഈ പറയുന്ന ഫാത്തിമ ദഹ്ലി ആവട്ടെ, PK ബഷീർ ആവട്ടെ, മുഖ്യമന്ത്രി VD സതീശൻ ആവട്ടെ, KM ഷാജി ആവട്ടെ, ആർക്കാവട്ടെ, അവർക്കൊക്കെ വലിയ ഊർജങ്ങൾ നൽകും. അവർ വലിയ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് സഖാക്കൾ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുക.